ഹായ് ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എങ്ങനെയാണ് മരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയാലോ. 2013 റിലീസായ ഈ ഒരു കണ്ടന്റിനെ ബേസ് ചെയ്തെടുത്ത ഒരു അടിപൊളി ഷോർട്ട് ഫിലിമാണ് ദിസ് ഇസ് ഹൗ യു ഡൈ എന്ന് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ സ്റ്റോറി ലൈൻ ഒന്ന് നോക്കിക്കളയാം. ഇതേ നമ്മുടെ നായിക അപ്പടിയേ രാവിലെ ജോഗിങ്ങിന് പോകണം. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ഡെത്ത് മെഷീൻ ഇരിക്കുന്നു. എന്നാൽ പിന്നെ എന്നാ നമുക്ക് നോക്കിയാൽ എന്നാൽ പിന്നെ ഒരു വിരലിടാനുള്ള ഒരു ഗ്യാപ്പും ഉണ്ട്. എന്നാൽ പിന്നെ ഒന്ന് നോക്കിക്കളയാം, പിന്നെ സംഭവം ഒന്നും അറിയണമല്ലോ. എന്നാൽ പിന്നെ ആ ഒരു ബ്ലഡ് എടുക്കാനുള്ള ഗ്യാപ്പ് അവിടെ ഉണ്ട്. ഇതാ പുള്ളിക്കാർ പോയി കോയിനിടുന്നു, അതാ വിരലങ്ങോട്ട് വെച്ച് കൊടുക്കുന്നു. ജടക്ക് പടക്കെന്ന് പറഞ്ഞാൽ അടിയിൽ നിന്ന് 2-3 സൂചി വന്ന് കയറുന്നു, ബ്ലഡൊക്കെ എടുക്കുന്നു. ഓൾഡ് ഏജ്, വയസ്സായിട്ടുള്ള ആൾ. പിന്നെ എന്നെയൊക്കെ ഏത് വയസ്സായവന്ന് കൊല്ലാനാന്ന് ഓർത്തിട്ട് പിന്നെ അപ്പടിയേ ചില്ലടിച്ച് റൂട്ടിൽ കൂടെ അപ്പടിയേ ഓടുന്നു. ഇതേ പോകുന്നു, തീർന്നു ഗൈസ്. അതോടിച്ചത് വയസ്സായിട്ടുള്ള ആളായിരുന്നു ഗൈസ്. ഇതേ നമ്മുടെ റോൾ നമ്പർ 2 ഓൺ ദി സ്റ്റേജ്. പുള്ളി ഒരു ബാഡ്മിൻ്റൺ പ്ലെയറൊക്കെയാണ്, അന്തി പ്ലെയറൊക്കെയാണ്. ഇപ്പം പുള്ളിയുടെ കളിയൊക്കെ നിങ്ങൾ കണ്ടോണം. പുള്ളി ഇതേ നേരെ പോകുന്നു, ബ്ലഡ് കൊടുക്കുന്നു. നോക്കുമ്പോൾ എന്നാ പാരച്യൂട്ട് ഫെയിലിയർ അത് കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി നേരെ ചെയ്തിട്ട് കളിച്ചോണ്ടിരിക്കുക. അപ്പോൾ പുള്ളിയുടെ കൂട്ടുകാരൻ മതി ചോദിക്കും, എന്നെ പൊന്നടാവേ നീ എന്നെ കവര കാണിച്ചോണ്ടിരിക്കുക, അവിടെ പോയി രണ്ട് കളിയൊക്കെ പാസ്സാക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങാടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ട് പൊന്നടാവേ അപ്പടിയേ അവൻ പറയും ഞാനില്ല അടിയാ. മണ്ട എന്തായിരുന്നു, പാരച്യൂട്ടായിരുന്നു ഗൈസ്. അത് അപ്പടിയേ പുള്ളി ഡെഡ്. ബ്ലഡ്. നമ്മുടെ അടുത്ത താരം എന്ന് പറഞ്ഞാൽ ഈ പയ്യനാണ്. അവൻ സുന്ദരനാണ്, സുമുഖനാണ്. അവനും ഇങ്ങനെ മെഷീനകത്ത് പോയി നോക്കി എങ്ങനെയാണ് എന്നെ പറഞ്ഞതെന്ന് അറിയണമല്ലോ. അവനെ നോക്കിക്കഴിഞ്ഞപ്പോൾ അവനിങ്ങനെ ഞെട്ടുകയാണ്, മുഖമൊക്കെ മാറുകയാണ്. അവൻ എന്താണ് കണ്ടത്? അവൻ കണ്ടത് ഹോട്ട് ഗേളാ. അവനിങ്ങനെ നോക്കുകയാണ്, ഹോട്ട് ഗേൾ, അതിനൊരു ചാൻസ് ഇല്ലല്ലോ ഹോട്ട് ഗേൾ എന്നൊക്കെ പറയുമ്പോഴത്തേനും. പിറ്റേ ദിവസം അവനത് കടത്തിയിട്ട് റെസ്റ്റ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഹോട്ട് ഗേൾ വന്നു. ഹോട്ട് ഗേൾ അങ്ങനെ അങ്ങിരുന്നു. നൈസായിട്ട് പിന്നെ സ്കൂട്ടാക്കാൻ നോക്കുകയാണ്. അവനിങ്ങനെ ഹോട്ട് ഗേൾ ഇങ്ങനെ നോക്കിയിട്ട് പയ്യനതേ ഒരു പയ്യൻ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഇച്ചിരി എണ്ണ എടുത്താൽ പുറത്ത് നിന്ന് തടവി തരാൻ പറയാമെന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞു ഹായ് ഇച്ചിരി എണ്ണ എടുത്തിട്ട് പുറകെ നിന്ന് തടവി തരാമെന്ന് ചോദിച്ചു. പയ്യൻ്റെ മുഖമൊക്കെ അപ്പടിയേ അങ്ങ് ഇരിക്കുകയാണ്. പയ്യൻ അങ്ങോട്ട് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അവനിങ്ങനെ അവൻ്റെ മനസ്സ് മുഴുവൻ ആ ഹോട്ട് ഗേൾ എന്നുള്ള അപ്പടി ആ കണ്ടതിൻ്റെ ഓർമ്മയാണ്. അവൻ പറഞ്ഞു എൻ്റെ പൊന്നോ അപ്പുറത്തെ അങ്ങോട്ട് മാറിയിരിക്കുക, എനിക്ക് ഇന്നത്തെ സമയമെന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങനെ അങ്ങ് എണീറ്റ് അങ്ങ് പോകുന്ന വഴിക്ക് ഒരു ഹോട്ട് ഗേൾ, തീ പിടിച്ചൊരു പെൺകുട്ടി അവനെ വന്ന് കെട്ടിപ്പിടിക്കുന്നു. അവന് സ്പോട്ടിൽ ഡെഡ്. അങ്ങനെ അവൻ്റെ പണി കഴിഞ്ഞു. നമ്മുടെ അടുത്ത ആരാണ് ഈ പെൺകുട്ടി. അവളും അങ്ങനെ പോയിട്ട് മെഷീനകത്ത് കൈയിട്ട് ഇങ്ങനെ നോക്കുകയാണ്, എനിക്കെങ്ങനെയാണ് എൻ്റെ മരണം എങ്ങനെയാണെന്ന് അറിയണമല്ലോ. പുള്ളിക്കാരി ഇങ്ങനെ ഞെട്ടിത്തരിക്കുകയാണ്. പുള്ളിക്കാരി കണ്ട എന്നാന്ന് വെച്ചാൽ ടൈം ട്രാവലാണ്. പുള്ളിക്കാരി ഓർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേസിലേക്കൊക്കെ പോകുന്ന അമ്മാര് ട്രാവലൊക്കെ ആയിരിക്കും എന്ന് ഓർത്തിട്ട് കൂട്ടുകാരുടെ എന്ന് പറയുകയാണ്, എനിക്ക് പാസ്റ്റ് കാണാൻ പറ്റും, ഫ്യൂച്ചർ കാണാൻ പറ്റും, എനിക്കൊരു വിഷയമില്ലാത്ത കേസാണ്, ഞാൻ കണ്ടാണെന്നൊക്കെ പറഞ്ഞു. പുള്ളിക്കാരി പറഞ്ഞു, കൂട്ടുകാരിക്ക് ചെവിയോടായിരുന്നു. കൂട്ടുകാർ പറഞ്ഞു എൻ്റെ പൊന്നടാവേ നീ എന്ത് പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി അപ്പടി അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവളത് തിരിച്ചും പറയുന്നില്ല, അങ്ങനെ അങ്ങ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. പുള്ളിക്കാരി ആ ദേഷ്യം വന്നിട്ട് ആ ക്ലോക്ക് ആ കയ്യിൽ ടൈം വെച്ചിട്ട് ഒറ്റ ഏറായിരുന്നു കേസ്. അത് നേരെ ചെന്ന് പുള്ളിക്കാരുടെ മണ്ടക്കൂറ്റ് നോക്കി അടിച്ചിട്ട് പുള്ളിക്കാരി താഴെ വീഴും. സ്പോട്ടിൽ ഡെഡാന്ന് നമ്മൾ വിചാരിക്കും, പക്ഷേ പുള്ളിക്കാരി സ്പോട്ടിൽ ഡെഡ് അല്ലായിരുന്നു. പുള്ളിക്കാരി ലേശം കഴിയുമ്പോഴത്തേക്കും പുള്ളിക്കാരി കണ്ണു വന്ന് അങ്ങനെ അങ്ങ് നോക്കും. ആ പുള്ളിക്കാരി മനസ്സിലാകും പുള്ളിക്കാരി ഡെഡ് ആയിട്ടില്ല. പുള്ളിക്കാരി അപ്പടിയേ അപ്പോൾ സ്പോട്ടിൽ പുള്ളിക്കാരി ടൈം ട്രാവൽ ചെയ്തിട്ട് നേരെ ഒരു യുദ്ധക്കളത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ആശ്വാസമായെന്നൊക്കെ ഓർത്തിട്ട് അങ്ങനെ ഇരുന്ന് ബൈക്കിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ദേ കിടക്കുന്നു. അങ്ങനെ പുള്ളിക്കാരുടെ കാര്യം ഓവറായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ അടുത്ത താരമാണ് ഈ പല്ലിളിച്ചോട് നിൽക്കുന്ന അപ്പൂപ്പൻ. ഈ അപ്പൂപ്പൻ ഇങ്ങനെ ചെന്നിട്ട് അതിനകത്ത് ഇങ്ങനെ നോക്കും എന്താണ് എൻ്റെ മരണം എന്നറിയാൻ വേണ്ടിയിട്ട്. പുള്ളിക്കാർ നോക്കുമ്പോഴത്തേനും കാണുന്ന ബിയറാണ്. ബിയർ നമ്മളൊക്കെ കാണുവാണെങ്കിൽ ഇച്ചിരി ഹാപ്പിയാണ്. പുള്ളി ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ്. ഇത് ബിയറിൻ്റെ ഒരു കുപ്പിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പുള്ളി ഇങ്ങനെ നോക്കും. വേണ്ട ബിയറിൻ്റെ കുപ്പിയൊന്നും വേണ്ട, ഇതായിരിക്കും എനിക്ക് പണി തരുന്നതെന്ന് ഓർത്തിട്ട് പുള്ളി ഇത് മാറ്റി വെച്ചു. അങ്ങനെ പുള്ളി ചായ കുടിച്ച് പുള്ളിയുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പുള്ളി ബിയറൊക്കെ അടിക്കുന്നുണ്ട്. പക്ഷേ ബിയർ അടിക്കുമ്പോൾ പുള്ളിയോട് എന്താണ് ഈ ബിയർ, എൻ്റെ വെള്ളം മാത്രം തന്നെ ഈ ബിയറിന് കണ്ടെന്ന് ഓർത്തിട്ട് പുള്ളി ഇങ്ങനെ ഇരിക്കുകയാണ്. പുള്ളി ആ ബിയറിൻ്റെ ബോട്ടിൽ കളഞ്ഞിട്ട് പുള്ളി പിറ്റേ ദിവസം ജോലിക്കൊക്കെ ആയിട്ട് പോവാണ്. ഇരിക്കുക ഒരു ദിവസം പുള്ളി വൈഫിൻ്റെ കൂടെ കാട്ടിൽ പോയി ക്യാമ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ക്യാമ്പ് ചെയ്യാനായിട്ട് സാധനങ്ങളൊക്കെ ആയിട്ട് പുള്ളി അങ്ങനെ പോവാണ്, ചിരിച്ച് കളിച്ച്. പുള്ളിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. പുള്ളി ഇങ്ങനെ അപ്പോഴേ ജീവിതം മുന്നോട്ട് പോവാണ്. പുള്ളി പോയി കാട്ടിൽ പോയിട്ട് ക്യാമ്പൊക്കെ ചെയ്യാനായിട്ട് അതൊക്കെ കുറ്റിയൊക്കെ അടിച്ചു. അങ്ങനെയൊക്കെ ഈ സമയത്ത് പുള്ളി ഇങ്ങനെ കുറ്റി അടിച്ചുകൊണ്ട് ചുറ്റിയൊക്കെ നോക്കുകയാണ്. പുള്ളി നോക്കിയപ്പോൾ ഈ ചുറ്റിയൊക്കെ ഇരിക്കട്ടെ, എങ്ങാനും ബിയർ എന്ന് പറഞ്ഞാൽ ആ ബിയർ മാത്രമല്ലല്ലോ. എന്നാൽ പിന്നെ പുള്ളി അങ്ങനെ അങ്ങ് ചുറ്റിയൊക്കെ വെച്ച് അടിച്ച് ക്യാമ്പൊക്കെ ശരിയാക്കി പുള്ളി ആ ചുറ്റിക്കെടുത്ത് ഇങ്ങനെ കൈ വെക്കാൻ വേണ്ടി തീരുമാനിച്ചു. എന്നിട്ട് പുള്ളി അതും പിടിച്ചുകൊണ്ട് അങ്ങനെ രാത്രി കിടന്നുറങ്ങും. കാര്യം ഇനി എന്തെങ്കിലും അറ്റാക്ക് ഉണ്ടായാലും പുള്ളിക്ക് ഇങ്ങനെ നേരിടാലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ പുള്ളി ഭയങ്കര ഐഡിയപരമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പുള്ളി അങ്ങനെ നൈറ്റ് സർവൈവ് ചെയ്യുന്നു. പിറ്റേ ദിവസം നമ്മുടെ ഏട്ടൻ ഓഫീസിൽ ചെന്നിട്ട് ഇതിലൊന്നും ഒരു കാര്യമില്ല, ഇതൊക്കെ വെറും അന്ധവിശ്വാസം, ഈ മെഷീനിലൊന്നും ഒരു കാര്യമില്ലെന്ന് പറഞ്ഞിട്ടിരിക്കുന്ന സമയത്ത് പുറകത്തെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്നൊരു കരടി അപ്പടിയെ പൊങ്ങി വന്ന് പുള്ളിയുടെ കഴുത്തിനിട്ട് നേരെ കടിച്ച് പുള്ളി അങ്ങ് കൊല്ലും. അങ്ങനെ അവരെല്ലാം ഡെഡാവും. അതാണ് ഈ ഷോർട്ട് ഫിലിമിൻ്റെ ഒരു കഥ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.